മേഘന മുരളിയിലേക്ക് കൂടി ഒന്ന് പോകുന്നു. മേഘന, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഇപ്പോൾ ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുത്തിയോട്ടമൊക്കെ നടക്കാനുള്ളത് കുട്ടികളുടേതാണ്. അത് അല്പസമയം കഴിഞ്ഞു മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു ഈ ചടങ്ങുകളെല്ലാം. ഇപ്പോൾ മേഘന ഉള്ളത് എവിടെയാണ്? അവിടുത്തെ വിവരങ്ങൾ പറയും. പ്രജൻ, ഞാൻ ഇപ്പോൾ ഉള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിട്ടാണ്. നമ്മൾ തത്സമയ സംപ്രേഷണം രാവിലെ തുടങ്ങുന്നത് ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. അവിടെ നിന്ന് രാവിലെ കണ്ടത് ആൾക്കാർ ഈ പൊങ്കാല സമർപ്പിക്കാനായി വരുന്നൊരു തിരക്കാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഈ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് ആത്മസംതൃപ്തിയോടെ തിരികെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് സ്പെഷ്യൽ ട്രെയിനുകളടക്കം KSRTC സർവീസുകളടക്കം ഭക്തർക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ ആശ്രയിച്ച് ഭക്തർ ആത്മസംതൃപ്തിയോടുകൂടി തന്നെ മടങ്ങിപ്പോകുന്നു. അത് കഴിഞ്ഞ ഈ ഒരു മാസക്കാലമായി ഇവിടെ പൊങ്കാല ഒരുക്കങ്ങളുണ്ടായിരുന്നു. ആ പൊങ്കാല ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചുകൊണ്ട് അവർ മടങ്ങുന്നു. ഈ തമ്പാനൂർ ജംഗ്ഷനിലടക്കം വലിയ തിരക്കുണ്ട്. കാരണം ഒരു ഭാഗത്ത് KSRTC ബസ് സ്റ്റാൻഡാണ്, മറ്റൊരു ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഈ യാത്രാ സൗകര്യം കണക്കിലെടുത്ത് തന്നെയാണ് പലരും ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ഈ ഒരു പരിസരത്ത് പൊങ്കാല സമർപ്പിക്കാൻ എത്തുകയും ചെയ്തത്. എന്തായാലും ദൃശ്യങ്ങളിൽ അടക്കം പോകുമ്പോൾ നമ്മൾ കാണുകയാണ് ഈ ഇഷ്ടികകളും മറ്റു പേപ്പർ വേസ്റ്റുകളും ഒക്കെ ഇവിടെയുണ്ട്. അത് എത്രയും വേഗം തന്നെ വൃത്തിയാക്കും. കാരണം ഹരിത പൊങ്കാല, ശുചിത്വ പൊങ്കാല എന്നീ ഒരു സന്ദേശങ്ങൾ ഉയർത്തിയാണ് ഇത്തവണ പൊങ്കാല സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നടക്കം വേഗം തന്നെ പൂർത്തീകരിക്കുമെന്നും മനസ്സിലാക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതികരണങ്ങളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. അമ്മ എവിടുന്നാ വരുന്നത്? കാട്ടാക്കട പൂവച്ചൽ. അപ്പം ഇന്നലെ വന്നിട്ടുണ്ടോ? ഇന്ന് രാവിലെ വന്നു. എവിടുന്നേ പൊങ്കാല ഇട്ടത്? ഇവിടെയാണോ? സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത്. അപ്പോൾ വേഗം പോകാൻ വേണ്ടിയിട്ടാണോ ഇവിടെ? കാട്ടാക്കട ബസ്സിനിരിക്കുന്നതാണ്. കാട്ടാക്കട ബസ് ഒന്നും ഇതുവരെയും പോയില്ല. നമ്മൾ ഒന്നും ഇവിടെ പൊങ്കാല ഇട്ടത് ഇവിടെ തമ്പാനൂര്. പ്രജിൻ, അങ്ങനെയാണ്. അതായത് ഇവർ ഈ പൊങ്കാല സമർപ്പണത്തിനായി വന്നവർക്ക് യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുണ്ട്. അതുകൊണ്ട് ഈ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് കുറച്ച് അവർക്ക് വീണ്ടും തിരിച്ച് വീടുകളിലേക്ക് എത്തണം, വീണ്ടും തിരിച്ച് അവരുടെ നാടുകളിലേക്ക് എത്തണം. പക്ഷെ അത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. 1-2 മണിക്കൂറുകൾ കഴിയാതെ അതിന് സാധിക്കില്ല എന്നുള്ളതാണ്. അമ്മ എവിടുന്നാ വരുന്നത്? പൊങ്കാലക്കായിട്ട് വന്നതാണ്. ദേവിയെ കണ്ട് തൊഴുത് പൊങ്കാല ഇട്ടത്. സന്തോഷം. എന്താണ് ദേവിയോട് പ്രാർത്ഥിച്ചത്? അയ്യോ, നമുക്ക് അടുത്ത വർഷവും ഒന്ന് പൊങ്കാല ഇടണേ എന്നുള്ള പ്രാർത്ഥന. ഭയങ്കര തിരക്കല്ലേ? ഭയങ്കര തിരക്ക്. ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ക്യൂ നിന്ന് അന്നേരം വല്ലാതെ വന്നു. പിന്നെ ഞങ്ങളെ പോലീസ് നേരെ കൊണ്ടിട്ട് കാണിച്ചു. ദേവിയെ കണ്ടു, സന്തോഷമായി. അടുത്ത കൊല്ലവും വരണമെന്ന് ആഗ്രഹം. അങ്ങനെ തന്നെയാണ്. എല്ലാവരും അടുത്ത കൊല്ലവും വീണ്ടും ദേവിയെ കാണാൻ വരാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടുന്ന് മടങ്ങുന്നത്. കാരണം ഇവർ അത്രയേറെ ആഗ്രഹിച്ച് നീണ്ട വരി നിന്ന്, അല്ലെങ്കിൽ നീണ്ട ദിവസങ്ങളുടെ കാത്തിരിപ്പ്. ഇവിടെ ഒരു മാസക്കാലം മുന്നേ തന്നെ തിരുവനന്തപുരം നഗരം ഈ ഭക്തജനങ്ങളെ അടക്കം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഈ മടക്കം, അല്ലെങ്കിൽ ഇവർ വളരെ വേദനയോടെ അടക്കം മടങ്ങുന്നത് അവർക്ക് എങ്ങനെയാ മടക്കം? സന്തോഷമായോ? സന്തോഷമായി. അമ്മയോട് എന്ത് പറഞ്ഞു? അമ്മയോട് എനിക്ക് സുഖമില്ലാതൊക്കെ ആയതാ. 21 വർഷം കൊണ്ട് വരുന്നതാണ്. എവിടെ പൊങ്കാലിട്ടത്? ഇവിടെ അയ്യപ്പൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ അടുത്ത് ബസ്സിന് പോകാൻ എളുപ്പമാണ്. അങ്ങനെയാണ്. അതായത് ബസ്സിന് പോകാൻ എളുപ്പം, അല്ലെങ്കിൽ ട്രെയിനിന് പോകാൻ എളുപ്പം, അത്തരം സൗകര്യങ്ങൾ നോക്കി തന്നെയാണ് രാവിലെ തന്നെ, അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ തമ്പാനൂർ പരിസരങ്ങളിൽ പൊങ്കാല സമർപ്പിക്കാനായി ചൂടുകട്ടകൾ മറ്റും ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവിടെ ഇനി നടക്കാനിരിക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചൂടുകട്ടകളും മറ്റും എടുത്തു മാറ്റുക. അത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് അത്തരം സജ്ജീകരണങ്ങളടക്കം ഒരുക്കുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ ഹരിത പൊങ്കാല ചട്ടം പാലിച്ചുകൊണ്ട്, ശുചിത്വ പൊങ്കാല ചട്ടം പാലിച്ചുകൊണ്ട് നമുക്ക് ഇത് വൃത്തിയാക്കുമെന്നുള്ളതാണ്. നമുക്കൊരു പ്രതികരണം തേടാം. എവിടുന്ന് വരുന്നതാ? കൊല്ലം. പൊങ്കാല ഇട്ടു. സന്തോഷം. മടക്കം എങ്ങനെയാ? മടക്കം ബസ്സിലാണോ ട്രെയിനിലാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര തിരക്ക്. അതെ. ഓക്കെ, താങ്ക് യു. അങ്ങനെ തന്നെയാണ് പ്രജൻ. എന്തായാലും തിരുവനന്തപുരം നഗരം ഹൃദയത്തോടെ ഏറ്റെടുത്ത ഒരു പൊങ്കാല മഹോത്സവ കാലമാണ് കഴിഞ്ഞു പോകുന്നത്. അത് ഇനി ഇവിടുത്തെ ഒരു തിരക്ക് എന്ന് പറയുന്നത് മടങ്ങി പോകാനും അവരുടെ സ്വന്തം വീടുകളിലേക്ക് എത്താനാണ്. എന്തായാലും ഭക്തിസാന്ദ്രമായിരുന്നു ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. തമ്പാനൂരിൽ നിന്നും മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.